മക്കളെ, അപ്പൊ നമ്മള് അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. മൈക്രോയിലെ 2 ചാപ്റ്ററേ ഉള്ളൂ. അതിൽ രണ്ടാമത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. കുറച്ച് വലുതാണ്, ടെൻഷൻ ആവണ്ട, ഞാൻ ഷോർട്ടാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചാപ്റ്റർ ഏതാന്നുള്ളത് അറിയാലോ. ഏതാ രണ്ടാമത്തെ ചാപ്റ്റർ? തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നിങ്ങള് ഒരു കൺസ്യൂമർ ആണോ? അപ്പൊ നിങ്ങളുടെ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയായിരിക്കും? നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് മാറും? ഒരു കൺസ്യൂമർ ആയിട്ട് മാറും. അതായത് ഫൈനൽ കൺസംഷന് വേണ്ടി ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും ആസ് എ കൺസ്യൂമർ ഒരു കൺസ്യൂമർ ആണ്. ഓക്കെ, അപ്പോ ഒരു കൺസ്യൂമർ ആവുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വേഗം പറഞ്ഞു പോവാ അല്ലേ? നിങ്ങൾ ഓവറോൾ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അങ്ങനെയാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. നോക്കാം അല്ലേ? അപ്പോ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആരാ? കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? കൺസ്യൂമേഴ്സ് ബൈ ഓർ ഡിമാൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു സാറ്റിസ്ഫൈ ദിയർ വാണ്ട്സ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്ന ആളാണ് കൺസ്യൂമേഴ്സ്. അപ്പൊ എനിക്ക് ബിരിയാണി കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഞാൻ ബിരിയാണിയുടെ കൺസ്യൂമർ ആണ്. അങ്ങനെ സോ ദേ ക്യാൻ സാറ്റിസ്ഫൈ ദിയർ വാണ്ട്സ് ബൈ കൺസ്യൂമിങ് ഗുഡ്സ്. സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് അവരെന്താവുന്നത്? സാറ്റിസ്ഫൈ ആവുന്നത്. ഞാൻ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലാണ് എനിക്ക് തൃപ്തിയാവുന്നത്. Goods are brought by consumers to reach the highest level of satisfaction. എപ്പോഴും ഏറ്റവും കൂടുതൽ ലെവലിൽ അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവലിൽ സാറ്റിസ്ഫൈ ആവാനാണ് ഓരോ കൺസ്യൂമറും ശ്രമിക്കുക. ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ അടിപൊളി ബിരിയാണി കഴിക്കാനേ ശ്രമിക്കുള്ളൂ, ശരിയല്ലേ? അതേപോലെ അതിനെയാണ് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതായത് മാക്സിമം ലെവലിൽ സാറ്റിസ്ഫൈ ആവുന്ന ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു ലെവല്. അപ്പോ ഇതില് 2 തരത്തിലുള്ള ബേസിക് അപ്രോച്ചുകളാണ് നമ്മൾ കൺസ്യൂമറിന്റെ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ ഉപയോഗിക്കുക. ഒന്ന് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും രണ്ടാമത്തെ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും. ഇതില് എങ്ങനെയാ വരണം എന്നുള്ളത് നോക്കാം. ഇപ്പോ ഒരു കൺസ്യൂമേഴ്സിന് എല്ലാ വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വാണ്ട്സ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണെന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അവർക്ക് ചോയ്സസ് ഉണ്ട്, അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു കൺസ്യൂമർ പലതരത്തിലുള്ള ഗുഡ്സ് വാങ്ങാറുണ്ട്. അങ്ങനെ വാങ്ങുന്ന സമയത്ത് ആ വാങ്ങുന്നതിൽ 2 ഗുഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിൽ ഒന്ന് ഗുഡ് 1ഉം ഒന്ന് ഗുഡ് 2 ആണ്. കുറേ ഗുഡ്സ് വാങ്ങും, അതിൽ 2 എണ്ണം മാത്രം നമ്മൾ കണക്കിലെടുക്കുകയാണ്, ഗുഡ് 1ഉം ഗുഡ് 2ഉം. അതിൽ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും ഗുഡ് 1ഉം ഗുഡ് 2ഉം ആർക്ക് വാങ്ങാം? കൺസ്യൂമർക്ക് വാങ്ങാം. ഗുഡ് 1ഉം 2ഉം ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും വാങ്ങാം. അതിനെ പറയണ പേരാണ് കൺസംഷൻ ബണ്ടിൽ. Any combination of the amount of 2 goods is called consumption bundle. കൺസ്യൂമർ അവർക്ക് ഉണ്ടാവുന്ന ഗുഡ്സില് 2 ഗുഡ്സിൽ ഏത് ലെവലിൽ വേണമെങ്കിലും വാങ്ങാം. ഒന്ന് കൂട്ടി വാങ്ങാം, ഒന്ന് കുറച്ച് വാങ്ങാം, അതിൽ 2 ഈക്വൽ ആയിട്ട് വാങ്ങാം. ആ ഒരു സിസ്റ്റം, ആ ഒരു കോൺസെപ്റ്റിനെ പറയണ പേരാണ് കൺസംഷൻ ബണ്ടിൽ. ഇവിടെ എക്സ് ഒരു ഗുഡ്സ് ആണ്, അതുപോലെ വേറെ x2 എന്ന് പറയുന്നത് വേറെ ഗുഡ്സും ഉണ്ട്, x1ഉം x2. അതില് x1 എത്ര വേണമെങ്കിലും വാങ്ങാം, അല്ലെങ്കിൽ x2 എത്ര വേണമെങ്കിലും വാങ്ങാം. ഈ ഒരു സെറ്റിനെ പറയണ പേരാണ് എന്ത്? കൺസംഷൻ ബണ്ടിൽ. ഓക്കെ, ഇനി എന്താണ് യൂട്ടിലിറ്റി? വാട്ട് യു മീൻ ബൈ യൂട്ടിലിറ്റി? Utility means the ability of a commodity or service to satisfy the consumer wants. കൺസ്യൂമേഴ്സിന്റെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റി അല്ലെങ്കിൽ അത് വാങ്ങാനുള്ള എബിലിറ്റി, അതിനെ നമുക്ക് എന്ത് പറയാം? യൂട്ടിലിറ്റി എന്ന് പറയാം. ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ഇൻ നാച്ചർ. ഇതൊരു സബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. ഇത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മെന്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇമോഷൻ ആണ്. കൺസ്യൂമേഴ്സിന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇമോഷൻസ് ഒക്കെ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയണ ഇപ്പോ പല ആൾക്കാർക്കും പല ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും അവർ അതിനെ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. സോ ഡിഫറെന്റ് ഇൻഡിവിജ്വൽ ക്യാൻ ആംഗിൾ ഗെറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് യൂട്ടിലിറ്റി ഫ്രം സെയിം കമ്മോഡിറ്റി.
ഇപ്പൊ ഞാനും നിങ്ങളൊരാളും കൂടെ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോയി കഴിഞ്ഞാൽ മേ ബി എനിക്ക് ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നില്ല, എന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആവില്ല നിങ്ങൾക്ക്, എനിക്ക് നല്ല മസാല ഉള്ളതാവും പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. സെയിം കമ്മോഡിറ്റി ആണ്, പക്ഷെ ഡിഫറെന്റ് ലെവലിലാണ് എന്ത് വരുന്നത്, യൂട്ടിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് കൺസ്യൂമേഴ്സിന് അവരുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റി ഏതാണോ അല്ലെങ്കിൽ ആ എബിലിറ്റി എങ്ങനെയാണോ അതിനെ പറയുന്ന പേരാണ് യൂട്ടിലിറ്റി. ഇതൊരു സബ്ജക്റ്റീവ് നാച്ചർ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അതിൽ തന്നെ വരുന്നതാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് എന്താന്ന് പറഞ്ഞേ? ഇറ്റ്സ് analysis assume that the consumer satisfaction can be measured in terms of cardinal numbers. cardinal numbers ആയിട്ടാണ് കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ അസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, എന്ത് ഈ കാർഡിനൽ നമ്പേഴ്സ്? നമ്മുടെ നോർമൽ നമ്പേഴ്സ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യാണ്, ചോക്ലേറ്റിന്റെ യൂട്ടിലിറ്റി ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു 60 യൂണിറ്റ് ഓഫ് ചോക്ലേറ്റ് അല്ലെങ്കിൽ 60 യൂണിറ്റ് ഓഫ് യൂട്ടിലിറ്റി ഉണ്ടെന്ന് പറയാം. എണ്ണക്കണക്ക്, എണ്ണം 1 2 3 4 ഇല്ലേ, ആ എണ്ണക്കണക്ക് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇനി യൂട്ടിലിറ്റി മെഷർ ചെയ്യുന്ന ടൈപ്പുകൾ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് യൂട്ടിലിറ്റി മെഷർ ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് വൺ, ടോട്ടൽ യൂട്ടിലിറ്റി. എന്താ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ? ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റൈൻഡ് ഫ്രം ദ കൺസംപ്ഷൻ ഓഫ് ഓൾ പോസിബിൾ യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കമ്മോഡിറ്റി ഫോർ മോർ കമ്മോഡിറ്റി. അതായത് ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി, ബിരിയാണി മൊത്തം കഴിച്ചാൽ കിട്ടുന്ന അല്ലെങ്കിൽ ആ ബിരിയാണിയിൽ നിന്ന് കിട്ടുന്ന മൊത്തം സാറ്റിസ്ഫാക്ഷനെ പറയുന്ന പേരാണ് എന്ത്? ടോട്ടൽ യൂട്ടിലിറ്റി, TU എന്ന് പറയും. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി. അതായത് ബിരിയാണിയുടെ കൂടെ ഞാൻ ഒരു ലൈമോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ കൂടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷനെ പറയുന്ന പേരാണ് അഡീഷണൽ യൂട്ടിലിറ്റി. മാർജിനൽ എന്നുള്ള വേർഡ് വന്നാൽ ഞാൻ പറയാറുണ്ട്, എന്താ അത്? അവിടെ ടേം എന്താ വരിക? അഡീഷണൽ എന്നാണ് ടേം വരിക കേട്ടോ. സോ ഈ മാർജിനൽ യൂട്ടിലിറ്റി കാണാനുള്ള ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, നോക്കിക്കേ. MUN ഈസ് ഈക്വൽ ടു ടോട്ടൽ യൂട്ടിലിറ്റി നമ്പർ മൈനസ് ടോട്ടൽ യൂട്ടിലിറ്റി n മൈനസ് 1. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് ആണ്, പിന്നെ TU എന്ന് പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി ആണ്, MU എന്ന് പറയുന്നത് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ്സ് 1 2 3 4 5 TU 10 ആണ്. MU മാറ്റല്ല, അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, 10. പക്ഷെ ടോട്ടൽ യൂണിറ്റ് എന്തായിട്ട് മാറി? 18 ആയിട്ട് മാറി. എത്ര കൂടി? 8 കൂടി, പ്ലസ് 8. പിന്നെ 18 എന്നുള്ളത് എന്തായിട്ട് മാറി? 24 ആയിട്ട് മാറി. എത്ര കൂടി? 6 കൂടി, 6. 24 എന്നുള്ളത് എത്രയായിട്ട് മാറി? 28 ആയിട്ട് മാറി. 4 കൂടി 4, 2 കൂടി 2, മാറ്റല്ല, 0. പിന്നെ കൂടല്ല ചെയ്തത്, പിന്നെ കുറയാണ് ചെയ്തത്, -2. സോ ഈ കൂടുന്ന ഈ ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്ന ഈ ചേഞ്ച് ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഗ്രാഫിക്കലായിട്ട് കാണിക്കുന്ന സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റിയും ആദ്യം ഒന്ന് ഹയസ്റ്റ് മുകളിലോട്ട് പോയി ഒരു ലെവൽ എത്തും, പിന്നെ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? താഴാൻ തുടങ്ങുന്നത് കേട്ടോ. ഞാൻ ഈ താഴെ മേലോട്ട് പോവാന്നൊക്കെ നിങ്ങളുടെ ഭാഷയിൽ പറയുന്നത് വേഗം തലേ കയറാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തലേ കയറില്ല, കാര്യം തലേ കയറാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഇതിലെങ്ങനെയായിരുന്നു? ആദ്യം ഹയസ്റ്റ് ലെവലിൽ മുകളിലോട്ട് പോകും, അതായത് ഇൻക്രീസിങ് വരും, പിന്നെ ഒരു സർട്ടൻ ഒരു ലിമിറ്റ് ആവുന്ന സമയത്ത് അതൊരു മാക്സിമം പോയിന്റിലെത്തും, പിന്നെ അത് കുറയാൻ തുടങ്ങും. അങ്ങനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഉണ്ടാവുക. ഇനി മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഡിക്രീസിങ് സ്റ്റേജിലായിരിക്കും. ഈ ടോട്ടൽ യൂട്ടിലിറ്റി മാക്സിമം പോയിന്റിൽ എത്തുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ട് മാറും, പിന്നെ അത് നെഗറ്റീവിലോട്ട് മാറും. ഞാനിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടേബിൾ ഇല്ലേ, ഇവിടെ 30 ആണ് ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വന്നത്, 30 ആണ് ഏറ്റവും മാക്സിമം പോയിന്റ് വന്നത്. അത് എന്തായി? MU എന്തായി? അപ്പോൾ 0 ആയി. പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്തു? കുറഞ്ഞു. ഇപ്പൊ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 0ക്ക് എത്തി. ഇനി MU കുറഞ്ഞ് ഇവിടെ 28 ആയി. അപ്പൊ ഇതെന്തായി? -2 ആയിട്ട് മാറി. അങ്ങനെ ആദ്യം ഇൻക്രീസിങ് സ്റ്റേജിലാവും, പിന്നെ എന്താവും? ഒരു മാക്സിമൈസിങ് പോയിന്റിലാവും, പിന്നെ അത് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. രണ്ട് കർവ് അങ്ങനെയാണ്. ടോട്ടൽ യൂട്ടിലിറ്റി കുറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിക്രീസ് ആവുന്ന സമയത്ത് മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആയിട്ട് മാറും. ഓക്കെ, ഇതാണ് അവ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഓർഡിനൽ യൂട്ടിലിറ്റി രണ്ട് ടൈപ്പിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാർഡിനൽ യൂട്ടിലിറ്റി, ഓർഡിനൽ യൂട്ടിലിറ്റിയും. ഓർഡിനൽ യൂട്ടിലിറ്റി എന്താന്ന് പറഞ്ഞെങ്കിൽ
The measured in terms of preference, not in cardinal numbers. Preference അനുസരിച്ച് ഇവിടെ നമ്പേഴ്സും കാര്യങ്ങളൊന്നല്ല നമ്മൾ നോക്കുന്നത്. എന്താ നോക്കുന്നത്? പ്രിഫറൻസ് എങ്ങനെയാന്നുള്ളതാണ് നോക്കുന്നത്. ഇത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഓർഡിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. നമ്പേഴ്സ് ആയിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതിനെ കാർഡിനൽ യൂട്ടിലിറ്റി എന്നും, ഇങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ള റാങ്ക് ഫോമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രിഫറൻസ് രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഓർഡിനൽ യൂട്ടിലിറ്റി എന്നും പറയും. ഓക്കെ, യൂട്ടിലിറ്റി ക്ലിയർ ആയല്ലോ? യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ എപ്പോഴാണോ സാറ്റിസ്ഫൈ ആവുന്നത്, മാക്സിമം സാറ്റിസ്ഫൈ ആവുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കമ്മോഡിറ്റി, ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡിഫറൻസ് കർവ് ആണ്. ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോക്കസ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ്, good 1 and good 2, which gives the consumer same level of satisfaction. ഒരു കൺസ്യൂമർക്ക് സെയിം ലെവലിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന, രണ്ട് ഗുഡ്സിൽ സെയിം ലെവലിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ലോക്കസ് പോയിന്റ് ഏതാണോ അതാണ് എന്ത്? ഇൻഡിഫറൻസ് കർവ് എന്ന് നമ്മൾ പറയുന്നത്. നോക്കാം. ഇറ്റ്സ് എ ഗ്രാഫ് ദാറ്റ് ബണ്ടിൽ ദാറ്റ് ഗിവ് ദ കൺസ്യൂമർ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നോക്കാം. ഈ ഇൻഡിഫറൻസ് കർവിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. അത് വെച്ച് നിങ്ങൾ ഫോളോ ചെയ്യണം കേട്ടോ. ഇൻഡിഫറൻസ് കർവ് ഇവിടെ ഗുഡ് 1ഉം ഇവിടെ ഗുഡ് 2ഉം ഉണ്ട്. ഇതാ മോളിന്ന്, അതായത് ലെഫ്റ്റ് നിന്ന് മോളിന്ന് താഴോട്ട് വരുന്ന കർവാണ് IC എന്നാ പറയാ, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഈ ഒരു കർവിലായിരിക്കും ഗുഡ് 1ഉം അതുപോലെ ഗുഡ് 2ന്റെയും ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഒരു കൺസ്യൂമർക്ക് ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇനി ഈ ഇൻഡിഫറൻസ് കർവിലെ ഓരോ പോയിന്റ്സ് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. ഇൻഡിഫറൻസ് കർവിൽ വരുന്ന പോയിന്റ്സ് ആണ്. ഇപ്പൊ ഈ എയും ബിയും ഇൻഡിഫറൻസ് കർവ് ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് അല്ലെ. x1 ഇത്രയും, x2 ഇത്രയും അല്ലെ. ഗുഡ് 1 രണ്ട് ഗുഡ്സ് ആണുള്ളത്, x1ഉം x2 ആണെന്നുണ്ടെങ്കിൽ ആ x1 ഗുഡ് 1 ഇത്ര ഉണ്ടാവും, ദെൻ ഗുഡ് 2 ഇത്ര ഉണ്ടാവും. അപ്പോൾ ഇതാണ് എ എന്നുള്ള പോയിന്റ്. ഇനി വേറൊരു ഗുഡ്സ് y1 y2 ആണെങ്കിൽ അതും ടച്ച് ചെയ്യുന്നുണ്ട് ബി എന്നുള്ള പോയിന്റിൽ. ഇത് എവിടെ ടച്ച് ചെയ്യുന്നുണ്ട്? IC കർവിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ പറയണ പേരാണ്, ഈ x1 x2 എന്നുള്ള കോമ്പിനേഷനിലും y1 y2 എന്നുള്ള കോമ്പിനേഷനിലും ടച്ച് ചെയ്യുന്ന പോയിന്റുകളെ പറയണ പേരാണ് എഫിഷ്യന്റ് ബണ്ടിൽ. അതായത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, രണ്ട് പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ രണ്ട് ഗുഡ്സിനും മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. ഇനി മൊത്തത്തിൽ ഇതായി ഞാൻ ഒന്ന് മായ്ച്ചു കളയാം. ഇനി അതിന്റെ ഉള്ളിൽ വരുന്നതാണെന്ന് വിചാരിക്കാം. ഈ ഒരു ലൈൻ IC കർവിന്റെ ഉള്ളിൽ വരുന്ന ഈ D എന്നുള്ള പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫീരിയർ ബണ്ടിൽ എന്ന് പറയും. അതായത് മൊത്തം സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള ഒരു മീനിങ്. അതായത് ആ കൺസംഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിംഗ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതും. ഇനി അതിന് പുറത്ത് വരുന്നതാണെന്നുണ്ടെങ്കിൽ പ്രിഫേർഡ് അല്ലെങ്കിൽ സുപ്പീരിയർ ബണ്ടിൽ എന്ന് പറയും. നമുക്ക് ഓരോ പോയിന്റും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടുതലാണ് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ലെവലിനേക്കാളും കൂടുതലാണ്, ഇത് സാറ്റിസ്ഫൈഡ് ആണ്, തൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അങ്ങനെ 3 പോയിന്റ് ആണ് ഇൻഡിഫറൻസ് കർവിൽ വരുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് MRS ആണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇൻഡിഫറൻസ് കർവിന്റെ ആ ഒരു സ്ലോപ്പിനെയാണ് നമ്മൾ MRS എന്ന് പറയാറ്. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? MRS is equal to delta y divided by delta x. ഇവിടെ ഡെൽറ്റ വൈയും ഡെൽറ്റ എക്സും ഗുഡ്സുകളാണ്. ഇതിലുണ്ടാവുന്ന ചേഞ്ച് ആണ് സ്ലോപ്പിനെ ബാധിക്കുക. സോ സ്ലോപ്പിനെ നമുക്ക് എന്ത് പറയാം? MRS ആണെന്ന് പറയാം. അപ്പൊ ഇത് മറക്കരുത്. MRS എന്താണെന്ന് ചോദിച്ചാൽ the slope of difference curve in difference curve is equal to the rate of substitution. ഇനി law of diminishing marginal rate of substitution. ഇത് ഇൻഡിഫറൻസ് കർവ് നമ്മൾ പറഞ്ഞു ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടാണ് താഴോട്ട് വരുന്ന കർവ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു ടേബിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ബണ്ടിൽ ABCDE ബണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഗുഡ് 2 വൈയും ഗുഡ് 1 എക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. MRS ഫസ്റ്റത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ വ്യത്യാസം വന്നേ? y എത്ര മാറി? 11 എന്നുള്ളത് എന്തായിട്ട് മാറി? 7ആയിട്ട് മാറി. 4 വ്യത്യാസം വന്നു. 1 എന്നുള്ളത് എത്രയായിട്ട് കൂടി? 2ആയിട്ട് കൂടി അല്ലേ? അപ്പോൾ 1 വ്യത്യാസം വന്നു. അപ്പോൾ 1:4. നിങ്ങൾക്ക് ഡൗട്ട് ആവും, എന്താ 1:4 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഇത് തിരിച്ചല്ലേ എന്നുള്ളത്. ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുത്തേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് അത് കത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇവിടെ 3 വ്യത്യാസം വന്നു, ഇവിടെ 1 കൂടി 1/3.
1:3. ഇവിടെ 2 കൂടി, ഇവിടെ 1 കൂടി. 1:2. ഇവിടെ 1 കുറഞ്ഞു, ഇവിടെ 1 കൂടി. 1:1. ഓക്കെ, ഇതാണ് MRS. വൈയിലുണ്ടായ ചേഞ്ച് ഡിവൈഡ് ബൈ എക്സിലുണ്ടായ ചേഞ്ച്. വൈയിലുണ്ടായ, അതായത് ഗുഡ്സ് വൈയിലുണ്ടായ ചേഞ്ച് ഡിവൈഡ് ബൈ ഗുഡ്സ് എക്സിലുണ്ടായ ചേഞ്ച്. അത് നമ്മൾ ഗ്രാഫിക്കലി വരയ്ക്കുകയാണെങ്കിൽ നോക്കൂ, ഫസ്റ്റത്തെ 1ഉം 11ഉം ആണ് അല്ലേ? ഗുഡ് 1 1ഉം മറ്റത് 11ഉം. എ എന്നുള്ള ബണ്ടിൽ കിട്ടി. രണ്ടാമത്തെ 2ഉം 7ഉം, അല്ലെങ്കിൽ 7ഉം 2ഉം ആണ്. ഗുഡ് 1 2ഉം മറ്റത് 7ഉം. ബി എന്നുള്ള ബണ്ടിൽ കിട്ടി. മൂന്നാമത്തെ 3ഉം 4ഉം ആണ്. നാലാമത്തെ 4ഉം 2ഉം. അഞ്ചാമത്തെ 5ഉം 1ഉം. ഈ ലൈന്, ഈ നമ്മൾ ABCD എന്ന് വരച്ച ലൈൻ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്തെല്ലാം ഇങ്ങനെ ചേർത്ത് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? IC കർവ്, ഇൻഡിഫറൻസ് കർവ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത് MRS എന്ന് പറയുന്നത് ഏകദേശം ഇതിന്റെ സ്ലോപ്പിനോട് ഈക്വൽ ആണ് എന്നുള്ളത് പറയാൻ കാരണം. ഇനി ഇൻഡിഫറൻസ് കർവിന്റെ ഷേപ്പ് എങ്ങനെയാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് യൂഷ്വലി കോൺവെക്സ്, ഇത് കണ്ടില്ലേ, കോൺവെക്സ് ഷേപ്പിലാണ്, ഉള്ളിലോട്ട് കുഴിഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത്. സോ കോൺവെക്സ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക MRSന്റെ കേസ് വരുന്ന സമയത്ത്. ഇനി പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഡിമിനിഷിങ് ആവില്ല. അതെങ്ങനെയാവും അറിയോ? സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാറും. ഇങ്ങനെ ലീനായിട്ട് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാറും. ഒറിജിനിൽ നിന്ന് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് മാറും. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് കേസ് വരുമ്പോൾ കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ടും, ബാക്കി ലോ ഓഫ് ഡിമിനിഷിങ് റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് എങ്ങനെ വരും? കോൺവെക്സ് ആയിട്ടും കൂടെ വരും. ഇനി മോണോടോണിക് പ്രിഫറൻസ്, അടുത്ത നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഫോളോ ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത് മോണോടോണിക് പ്രിഫറൻസ് ആണ്. എന്താണ് മോണോടോണിക് പ്രിഫറൻസ് എന്നുള്ളത്? If between the bundle which has more of at least one good has no less of either goods as compared to other bundles. X1ഉം X2ഉം Y1ഉം Y2ഉം ഉണ്ട് വിചാരിക്കുക. രണ്ട് ബണ്ടിൽ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ X1 X2ന് മറ്റതിനേക്കാളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ Y1 Y2നേക്കാളും പ്രിഫർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ്. മോണോടോണിക് പ്രിഫറൻസ് is the consumer prefer more amount of bundle than less amount of bundle is called monotonic preference. ഇത് 2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. What you mean by monotonic preference ഉള്ളത്? Monotonic preference പറഞ്ഞാൽ ഈ സംഭവമാണ്, ഇത് എഴുതി വെച്ചാൽ മതി. Monotonic preference the consumer prefer. Consumers prefer ചെയ്യുന്നത് എന്താണ്? More amount of bundle than less amount of bundle. കുറച്ചുള്ള ബണ്ടിലിനേക്കാളും കൂടിയ ബണ്ടിലാണ് ആര് പ്രിഫർ ചെയ്യുക? കൺസ്യൂമേഴ്സ് പ്രിഫർ ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് മോണോടോണിക് പ്രിഫറൻസ്. ഓക്കെ, ഇനി ഇൻഡിഫറൻസ് മാപ്പ് നോക്കുക. അതൊക്കെ ഇൻഡിഫറൻസ് കർവിന്റെ കീഴിൽ വരുന്നതാണ്. ഇൻഡിഫറൻസ് കർവിന്റെ കളക്ഷൻസിനെ പറയുന്ന പേരാണ്. ദ കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്. ഒരുപാട് ഇൻഡിഫറൻസ് കർവ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ഇൻഡിഫറൻസ് മാപ്പ് പറയാം. കണ്ടോ, IC1, IC2, IC3 മൂന്നെണ്ണം ഉണ്ട്. സോ ഇത് എന്താണ്? ഒരു ഇൻഡിഫറൻസ് മാപ്പ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് നിൽക്കുന്ന ഈ IC3ക്ക് ആയിരിക്കും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക. IC1നായിരിക്കും ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കമ്പാരിറ്റീവ്ലി കുറവുണ്ടാവുക. ഇതെന്ന് ഒന്ന് മുകളിലോട്ട് പോകുന്നതോറും എന്ത് കൂടും? ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമേഴ്സിന്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവും. ഓക്കെ, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇത് എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കോ. ഇത് ഞാൻ വെല്ലുവിളിക്കാൻ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും. സോ നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് പറഞ്ഞത്? ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരിക, ഡൗൺവേർഡ് ആയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് വരിക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറ്റ്സ് ഇൻഡിക്കേറ്റ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. ഏറ്റവും കൂടുതൽ ഒന്നിലധികം ഇൻഡിഫറൻസ് കർവ് ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി വരുന്നത് ആ ഇൻഡിഫറൻസ് കർവിനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IC3ക്കാണ് ഏറ്റവും കൂടുതൽ വരിക, പിന്നെ IC2, പിന്നെ IC1. ഏറ്റവും കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കുറവ് യൂട്ടിലിറ്റി ഉണ്ടാവുന്നത് IC1നായിരിക്കും. ഓരോ ലെവലും മുകളിലോട്ട് പോകുന്നതോറും ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്താവാണ്? ഇൻക്രീസ് ആവാണ്. പിന്നെ രണ്ട് ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യില്ല? ഒരു കാലത്തും ഇന്റർസെക്ട് ചെയ്യില്ല, കൂട്ടിമുട്ടില്ല. ഇത് എപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? ഇല്ല, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത് കൂട്ടിമുട്ടുന്ന സംഭവം ഇല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. ഡൗൺവേർഡ് ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. പിന്നെ ഏറ്റവും ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി കാണിക്കുന്ന, അല്ലെങ്കിൽ ഹയർ ലെവലിൽ വരുന്ന ആയിരിക്കും ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കാണിക്കുന്നത്. പിന്നെ ഒരിക്കലും എന്ത് ചെയ്യില്ല? കർവ്, IC കർവ് ഇന്റർസെക്ട് ചെയ്യില്ല. പഠിച്ചു വെച്ചോ മക്കളെ, ഇത് എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് വരുന്നതാണ്. അടുത്ത ടോപ്പിക് ആണ് ദ കൺസ്യൂമർ ബജറ്റ്. ബഡ്ജറ്റ് എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോ ഇവിടെ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം.
നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആ മണി ലെവൽ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ആ മണീനെ പറയണ പേരാണ്, ആ ഇൻകത്തെ പറയണ പേരാണ് ബജറ്റ് എന്ന് പറയുന്നത്. ദ കൺസ്യൂമർ ബജറ്റ് ഈസ് ദ ഇൻകം ഓർ ദ എമൗണ്ട്, ഇൻകം അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഫോർ സ്പെൻഡിങ് ഐദർ ഗുഡ്സ് ആസ് ഹി വിഷ്. ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കത് വാങ്ങാൻ കഴിവ് വേണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പൈസ വേണം. ആ ഒരു ലെവൽ ഓഫ് മണീനെ പറയണ പേരാണ്, ലെവൽ ഓഫ് ഇൻകത്തെ പറയണ പേരാണ് ബജറ്റ് എന്നുള്ളത്. ഓക്കെ, കൺസ്യൂമർ എന്ത് ചെയ്യും? അവരുടെ എൻറ്റയർ ഇൻകം ഗുഡ് വണ്ണും അല്ലെങ്കിൽ ഗുഡ് ടു അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻ വാങ്ങാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. കൺസ്യൂമേഴ്സ് ബഡ്ജറ്റിൽ ഇൻകം മണി അല്ലെങ്കിൽ മണി ഇൻകം എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വാങ്ങണം അല്ലെങ്കിൽ എന്ത് തിന്നണം എന്നൊക്കെ ആലോചിക്കില്ലേ? ആ ഒരു ലെവൽ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ടു ബൈ ഷുഗർ ആൻഡ് ടീ സിന്ധു ഹാസ് ₹100 ആൻഡ് സേതു ഹാസ് ₹75. സിന്ധു 100 രൂപയ്ക്ക് വാങ്ങി, സേതു 75 രൂപയ്ക്ക് വാങ്ങി. അവരുടെ കൺസ്യൂമർ ബഡ്ജറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സിന്ധുവിന് 100 രൂപയെ കയ്യിലുള്ളൂ, മറ്റയാൾക്ക് 75 രൂപയുള്ളൂ. ജസ്റ്റ് എക്സാമ്പിൾ ആണ്, എന്താ അങ്ങനെ വന്നേന്നൊന്നും ചോദ്യം വരരുത്. അപ്പോൾ ബജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് കൺസംഷൻ ബണ്ടിൽ ഈസ് നോൺ ആസ് ബജറ്റ് സെറ്റ്. ഒരു സെറ്റ് ഓഫ് ബണ്ടിൽ, ഒരു കൺസംഷൻ ബണ്ടിൽ, ഗുഡ് വൺ ഗുഡ് ടു ഒരു ആ കൺസംഷൻ ബണ്ടിലെ സെറ്റിനെ പറയണ പേരാണ് ബജറ്റ് സെറ്റ് എന്നുള്ളത്. ഇനി വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കളക്ഷൻ ഓഫ് ഓൾ ദ ബണ്ടിൽസ് ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ ബൈ വിത്ത് ഹിസ് ഇൻകം അറ്റ് ദ പ്രിവെയിലിംഗ് മാർക്കറ്റ് പ്രൈസ്. കൺസ്യൂമറുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് ആ മാർക്കറ്റ് പ്രൈസ്, പർട്ടിക്കുലർ മാർക്കറ്റിലെ കറന്റ് മാർക്കറ്റ് പ്രൈസിനനുസരിച്ച് വാങ്ങാൻ കഴിയുന്ന ഗുഡ്സിന്റെ ലെവല്, അതിൽ വാങ്ങാൻ കഴിയുന്ന കളക്ഷൻ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ ആ സെറ്റിനെ പറയണ പേരാണ് കൺസംഷൻ ബണ്ടിൽ അല്ലെങ്കിൽ ബജറ്റ് സെറ്റ് എന്നുള്ളത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കളക്ഷൻ ഓഫ് ബണ്ടിൽസ് ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ ബൈ. കൺസ്യൂമേഴ്സിനെ വാങ്ങാൻ കഴിയുന്ന അവരുടെ ഇൻകം അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ച് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച് ആ കൺസ്യൂമർക്ക് വാങ്ങാൻ കഴിയുന്ന കളക്ഷൻ ഓഫ് ബണ്ടിലിനെ പറയണ പേരാണ് ബജറ്റ് സെറ്റ്. 1000 രൂപയുണ്ട്, 1000 രൂപയ്ക്ക് എനിക്ക് വാങ്ങാവുന്ന ലെവൽ ഓഫ് ഗുഡ്സിനെ പറയണ പേരാണ് എന്ത്? ബജറ്റ് സെറ്റ്. ഇത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിള് ഗ്രാഫിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബജറ്റിൽ ഒന്നും വാങ്ങാതിരിക്കാം, ഒരു ഗുഡ് വാങ്ങാം, ഒരു ഗുഡ് വാങ്ങാതിരിക്കാം, ഒന്ന് കുറച്ചും ഒന്ന് കൂടുതലും വാങ്ങാം, അല്ലെങ്കിൽ ഒന്ന് കുറവോ ഒന്ന് കുറേ വാങ്ങാതിരിക്കാം. അങ്ങനെ പലതരത്തിലൊരു ബണ്ടിൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു സൂചക സംഖ്യകൾ എന്നുള്ള ഒരു ചാപ്റ്റർ പഠിക്കാനില്ലേ, ഇങ്ങനെ കുത്തൊക്കെ ഇട്ടിട്ട് ആ ഒരു സംഭവം. ഇനി ബജറ്റ് ലൈൻ എന്താന്നുള്ളത്, ബജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ലോക്കസ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഗുഡ് വൺ ആൻഡ് ഗുഡ് ടു കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം. ആ ഇൻകം ഉപയോഗിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം ഉപയോഗിച്ച് ഗുഡ് വണ്ണും ഗുഡ് ടു വാങ്ങാൻ പറ്റുന്ന ആ ലോക്കസ് പോയിന്റ്, മാക്സിമം വാങ്ങാൻ പറ്റുന്ന ലോക്കസ് പോയിന്റിനെ പറയണ പേരാണ് ബജറ്റ് ലൈൻ. defined as a locus point of combination of good 1 and good 2 which cost exactly equal to income. ഇൻകത്തിനനുസരിച്ച് ഗുഡ് വണ്ണും ഗുഡ് ടു വാങ്ങാൻ പറ്റുന്ന മാക്സിമം ലെവലിൽ വാങ്ങാൻ പറ്റുന്ന ആ ലോക്കസ് പോയിന്റിനെ പറയുന്ന പേരാണ് ബജറ്റ് ലൈൻ. നോക്കൂ, താഴെ കൊടുത്തിട്ടുണ്ട്, ഗുഡ് വണ്ണും ഉണ്ട് ഗുഡ് ടു ഉണ്ട്. ഇതാണ് ബജറ്റ് ലൈൻ. ബജറ്റ് ലൈൻ നമ്മൾ ഒരു ഇക്വേഷൻ ഫോമിൽ എഴുതാറുണ്ട്. ഇക്വേഷൻ എന്താ? P1x1 plus P2x2 is equal to M. ഇവിടെ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് വൺ ആണ്, സോറി ഗുഡ് വണ്ണിന്റെ പ്രൈസ് ആണ്, പ്രൈസ് ആണ്. P2 എന്ന് പറഞ്ഞാൽ ഗുഡ് ടുവിന്റെ പ്രൈസ് ആണ്. X1 എന്ന് പറഞ്ഞാൽ ഗുഡ് വൺ ആണ്. X2 എന്ന് പറഞ്ഞാൽ ഗുഡ് ടു ആണ്. M എന്ന് പറഞ്ഞാൽ ഇൻകാണ്. അപ്പൊ ആ ഇൻകത്തിനനുസരിച്ച് ഗുഡ് വണ്ണും ഗുഡ് ടു വാങ്ങാൻ പറ്റുന്നതാണ് എന്ത്? ബജറ്റ് ലൈൻ. ഇൻകം ഡിവൈഡ് ബൈ P2, സാധനം 2ന്റെ വില. ഇൻകം ഡിവൈഡ് ബൈ സാധനം 1ന്റെ വില. ഓക്കെ, ബജറ്റ് ലൈൻ നമ്മൾ അങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒരു ജസ്റ്റ് ഒരു പ്രോബ്ലം, ബജറ്റ് ലൈനിന്റെ ഇക്വേഷൻസ് അറിയാൻ വേണ്ടി ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. 3x1 plus 4x2 is equal to 12. നമ്മൾ x1 എന്നുള്ള ഗുഡ് 3 യൂണിറ്റും x2 എന്നുള്ള ഗുഡ്സ് 4 യൂണിറ്റും വാങ്ങുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ ഇൻകം 12 ആണ്. ഇതിൽ നമ്മളോട് ചോദിച്ചത് x2 0 ആയി കഴിഞ്ഞാൽ എന്ത് മാറ്റം ഉണ്ടാവും? ഈ x2ന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ എന്താ മാറ്റം ഉണ്ടാവാന്നാണ്. സോ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ 3x1 plus 4 into x2ന് പകരം എന്ത് ചെയ്തു?
0 is equal to 12. അപ്പോൾ 4 into 0 0. 3x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. അപ്പോൾ x1 കണ്ടുപിടിക്കാൻ 12/3 4. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റിൽ 4,0 പോയിന്റ് വരും. ഇനി അടുത്തത് നമുക്ക് ഒന്നിന്റെ വില കിട്ടി, ഒന്നിന്റെ വാല്യൂ കിട്ടി. അടുത്ത ചെയ്യാൻ ഈസി അല്ലേ? 0 into 3 into 0 plus 4x2. അടുത്ത ചെയ്യുമ്പോൾ 0,3 കിട്ടും. ഇവിടെ 4.0, ഇവിടെ 4.0 അല്ല 4,0, ഇവിടെ 0,3. രണ്ടും കൂടെ വരയ്ക്കുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ. ഇക്വേഷൻ എന്തായി? 3x1 plus 4x2 is equal to 12. ഇനി ബഡ്ജറ്റ് ലൈനിലെ പോയിന്റ്സുകൾ നമുക്ക് നോക്കാം. എവിടേക്കാണ് പോയിന്റ്സ് വരുന്നത് എന്നുള്ളത് നോക്കാം. ബഡ്ജറ്റ് ലൈനിൽ നമ്മൾ നേരത്തെ ഇതേ ഒരു സാധനം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റ് ലൈനിൽ വരുന്ന പോയിന്റ് ആണെങ്കിൽ അതിന് എഫിഷ്യന്റ് ബണ്ടിൽ എന്നാണ് പറയുക. ബഡ്ജറ്റ് ലൈനിന്റെ ഉള്ളിൽ വരുന്ന പോയിന്റിന് ഇൻഫീരിയർ ബണ്ടിലും ബഡ്ജറ്റ് ലൈനിന്റെ പുറത്ത് വരുന്നതിന് സുപ്പീരിയർ ബണ്ടിൽ അല്ലെങ്കിൽ പ്രിഫേർഡ് ബണ്ടിൽ എന്നാണ് പറയാം. Any point on budget line indicates the combination of good 1, good 2 a consumer can purchase which cost as an amount exactly equal to income. Good 1ഉം good 2ഉം ബഡ്ജറ്റ് ലൈനിലാണ് വരുന്നുണ്ടെങ്കിൽ ഇൻകത്തിനനുസരിച്ച് സാധനം വാങ്ങിച്ചു എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അതായത് വരുമാനത്തിനനുസരിച്ച് സാധനം വാങ്ങിച്ചു എന്നുള്ള മീനിങ് ആണ്. അതിന് നമുക്ക് എന്ത് പറയാം? എഫിഷ്യന്റ് ബണ്ടിൽ എന്ന് പറയാം. ഇനി ബഡ്ജറ്റ് ലൈനിൽ താഴെ വരുന്ന ഈ സി എന്നുള്ള പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻകത്തെക്കാളും കുറവിൽ സാധനം വാങ്ങിച്ചു. അതായത് ഇൻകം 1000 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ 800 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ടുള്ളൂ. ഇൻകം 1000 രൂപയുണ്ട്, നമ്മൾ 800 രൂപയ്ക്ക് ചെലവാക്കിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻഫീരിയർ ബണ്ടിൽ എന്നുള്ളത്. ഇനി ഇൻകം 1000 രൂപയുള്ളൂ, നമ്മൾ 1200 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രിഫേർഡ് ബണ്ടിൽ. അത് ബഡ്ജറ്റ് ലൈന് പുറത്തായിരിക്കും ഉണ്ടാവുക. ഓക്കെ, 3 പോയിന്റുകളൊക്കെ ആയില്ലേ? എഫിഷ്യന്റ് ബണ്ടിൽ, ഇൻഫീരിയർ ബണ്ടിൽ, പ്രിഫേർഡ് ബണ്ടിൽ. ബഡ്ജറ്റ് ലൈനിൽ ടച്ച് ചെയ്താണെങ്കിൽ എഫിഷ്യന്റ് ബണ്ടില്, ബഡ്ജറ്റ് ലൈനിൽ ഉള്ളിലാണെങ്കിൽ ഇൻഫീരിയർ ബണ്ടിൽ, ബഡ്ജറ്റ് ലൈനിന് പുറത്താണെങ്കിൽ പ്രിഫേർഡ് അല്ലെങ്കിൽ സുപ്പീരിയർ ബണ്ടിൽ. മറക്കരുത്, ഇൻകം അനുസരിച്ച് അല്ലെങ്കിൽ ബഡ്ജറ്റ് അനുസരിച്ചാണ് നമ്മൾ ഈ ഓരോ പോയിന്റും ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു കേസും കൂടെ നോക്കാം. അതായത് നമ്മുടെ പ്രൈസ് ഓഫ് ഗുഡ് 1ന്റെ കേസാണ് പറഞ്ഞത്. പ്രൈസ് ഓഫ് ഗുഡ് 2ന്റെ കേസിൽ വരുന്ന വ്യത്യാസം നോക്കാം. ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് 2 എന്ത് സംഭവിക്കും? പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഗ്രാഫ് പറഞ്ഞേ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഒന്നാമത്തെ ചേഞ്ച് ഉണ്ടാവുമോ ഗുഡ് 1ന്? ഇല്ല. ആദ്യം ഇത്രയാണ്, ഇത് m/p1, ഇവിടെ m/p2. ഇവിടെ എന്ത് സംഭവിച്ചു? ഈ p2ന്റെ പ്രൈസാണ്, അതായത് ഗുഡ് 2ന്റെ പ്രൈസാണ് കൂടിയത്. കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വാങ്ങുന്ന ലെവൽ കുറയും. സോ പുതിയ ബഡ്ജറ്റ് ലൈൻ ഉണ്ടാവും. ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ എന്തായിരുന്നു? p1x1 plus p2x2 is equal to m. പുതിയ ബഡ്ജറ്റ് ലൈൻ എന്താ? m/p2 ഡാഷ് ആണ്. പുതിയ ബഡ്ജറ്റ് ലൈൻ എന്താ? p1x1 plus p2-x2 is equal to m. ഇനി ഇൻക്രീസിങ് സംഭവിച്ച് എന്ത് സംഭവിക്കും? ഇൻക്രീസിങ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഡിക്രീസിങ് സംഭവിച്ച് എന്ത് സംഭവിക്കും? നേരെ ഓപ്പോസിറ്റ്, ഡിക്രീസ് ആവാണ്. വില കുറയുകയാണെന്നുണ്ടെങ്കിൽ, വില കുറയുമ്പോൾ ആദ്യം ഇതായിരുന്നു, വില കുറയുമ്പോൾ നമ്മൾ വാങ്ങുന്നതിൻ്റെ അളവ് കൂടും. m/p2 ഡാഷ്, ഇതിൽ മാറ്റമില്ല. p1x1 plus p2x2 is equal to m. പുതിയ ബഡ്ജറ്റ് ലൈൻ p1x1 plus p2-x2 m. അതായത് പ്രൈസ് 1ന്റെ അല്ല, പ്രൈസ് ഓഫ് ഗുഡ് 2ന്റെ ഇൻക്രീസ് ആവുകയാണെങ്കിൽ താഴോട്ട് വരും അല്ലേ? ലെഫ്റ്റിലോട്ട് ചേഞ്ച് ആവും. ഡിക്രീസ് ആവുകയാണെങ്കിൽ റൈറ്റിലോട്ട് ചേഞ്ച് ആവും. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ബഡ്ജറ്റ് ലൈൻ എന്താകുന്നത്? ചേഞ്ചസ് സംഭവിക്കുന്നത്. പ്രൈസിന്റെ കേസിലും ഇൻകത്തിന്റെ കേസിലും ഇങ്ങനെയാണ് ബഡ്ജറ്റ് ലൈനിൽ ചേഞ്ചസ് സംഭവിക്കുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കൺസ്യൂമർ ഇക്വിലിബ്രിയം ആണ്. എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം? കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫൈൻഡ് ആസ് എ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം ഒരു കൺസ്യൂമർക്ക് എപ്പോഴാണോ സാറ്റിസ്ഫൈ ആവുന്നത് അതാണ് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇൻഡിഫറൻസ് കർവ് അപ്രോച്ച്, എ കൺസ്യൂമർ ഒബ്റ്റെയിൻ equilibrium at the point where budget line is tangent to indifference curve. ഇവിടെ ബഡ്ജറ്റ് ലൈനും ഇൻഡിഫറൻസ് കർവ്, ഇപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് കർവും പറയുന്നുണ്ട്. ഇതാണ് ബഡ്ജറ്റ് ലൈൻ, AB എന്നുള്ള ബഡ്ജറ്റ് ലൈനും ഇവിടെ IC എന്നുള്ളത് IC1, IC2, IC3 എന്നുള്ളത് ഇൻഡിഫറൻസ് കർവാണ്. ഇവിടെ
ഇവിടെ ഈ IC2 എന്നുള്ള കർവ് നമ്മുടെ ബജറ്റ് ലൈനിൽ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് ആണ് എന്ത്? ഇക്വിലിബ്രിയം പോയിന്റ്. ഈ ഒരു പോയിന്റിലാണ് കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഗുഡ് 1ഉം ഗുഡ് 2ഉം വാങ്ങുന്ന സമയത്ത് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുക? കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്നുള്ളത്. അതായത് ഇൻഡിഫറൻസ് കർവ് എവിടെ ടച്ച് ചെയ്യണം? ബജറ്റ് ലൈനിലെ കറക്റ്റ് പ്രിഫേർഡ് പോയിന്റിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ലോക്കസ് പോയിന്റിനെ പറയുന്ന പേരാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം. ഇതിൽ നിങ്ങൾക്ക് ഇൻഡിഫറൻസ് കർവും ബജറ്റ് ലൈനും ഏതൊക്കെയാണെന്നുള്ളത് നല്ല രീതിക്ക് അറിയാലോ. ബജറ്റ് ലൈൻ AB എന്ന് പറയുന്നതാണ്. ദെൻ ഈ IC1, IC2, IC3 എന്നുള്ളതാണ് ഇൻഡിഫറൻസ് കർവ്. ഈ IC2ൻ്റെ ഒരു ലൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ AB ടച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഇക്വിലിബ്രിയം പോയിന്റ് X1, X2, അതായത് രണ്ട് ഗുഡ്സ് X1, X2 എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ MRS കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ X1 ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ X2 ഡിവൈഡ് ബൈ ചേഞ്ചസ് ഇൻ X1 ഒക്കെയാണ്. അതൊന്നും ഇല്ലെങ്കിലും ഈ ഇക്വിലിബ്രിയം പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പോയിന്റ് ആണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് മെയിൻ ടോപ്പിക്കിലേക്ക് പോവാണ്. മെയിൻ എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും മെയിൻ അല്ല എന്നല്ല കേട്ടോ. അടുത്തത് മെയിൻ ഇമ്പോർട്ടൻറ്റ് എവിടെ പോയാലും എക്കണോമിക്സിൽ കേൾക്കുന്ന ഒരു ടേമാണ് ഡിമാൻഡ്. അതെന്താന്നുള്ളത് നോക്കാം. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിമാൻഡാണ്. നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഡിമാൻഡ് എന്താന്നുള്ളത് നോക്കാം. എന്താ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞുതരാം. ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കൺസ്യൂമേഴ്സ് ഡിസയർ ടു ബൈ എ ഗുഡ് ഈസ് യൂഷ്വലി കൺസിഡേർഡ് എ ഡിമാൻഡ്. ഒരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡിമാൻഡ് ഉണ്ടെന്ന് പറയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ, ബിരിയാണി കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബിരിയാണിക്ക് ഡിമാൻഡുണ്ട്. കൊറോണ വന്നു, മാസ്ക് വെക്കണം നിർബന്ധമായ, മാസ്കിന് ഡിമാൻഡ് ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ. സോ എക്കണോമിക്സിൽ ദ കൺസ്യൂമർ ഷുഡ് ഹാവ് ദ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ടു ബൈ അലോങ് വിത്ത് ഹിസ് ഡിസയർ ഫോർ എ ഗുഡ്. സോ ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഇത്ര പഠിച്ചാൽ മതി. വാട്ട് യു മീൻ ബൈ ഡിമാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതി. Demand is desire backed by willingness to pay and ability to pay. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസയർ ആണ്, പക്ഷെ അത് വാങ്ങാനും അതിന് പൈസ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിനെ ഡിമാൻഡ് എന്ന് പറയാം. സാധനം വാങ്ങാനും അതിനുള്ള ഒരു പൈസ കൊടുക്കാനും കഴിവുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? ഡിമാൻഡഡ് ആണ് എന്ന് പറയാം. സോ ഡിമാൻഡ് ഈസ് ഡിസയർ ബാക്ക്ഡ് ബൈ വില്ലിംഗ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേ. ഈ ഒറ്റ ലൈൻ പഠിച്ചാൽ നിങ്ങൾക്ക് ഡിമാൻഡിൽ 2 മാർക്ക്. വാട്ട് മീൻ ബൈ ഡിമാൻഡ് ചോദിച്ചാൽ 2 മാർക്ക് കിട്ടും. ഉറപ്പ്. പിന്നെ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിക്ക് എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാവുന്നത് നോക്കാം. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് കൺസ്യൂമർ ഈസ് വില്ലിംഗ് ടു ബൈ ഇൻ എ ഗിവൺ പീരിയഡ് ഓഫ് ടൈം അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ആ കൺസ്യൂമർ ആ സാധനം അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങാൻ റെഡി ആവുന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, കൊറോണ വന്നു, മാസ്ക് നിർബന്ധമായി. എത്ര വിലയായാലും എവിടെ നിന്നായാലും കൺസ്യൂമർ ആ മാസ്ക് വാങ്ങുമെന്നുണ്ടെങ്കിൽ ആ മാസ്കിന് എന്താണ്? ഡിമാൻഡ് ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ കമ്മോഡിറ്റി ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി ദാറ്റ് എ കൺസ്യൂമർ, ഒരു കൺസ്യൂമർ എത്ര ക്വാണ്ടിറ്റിയിൽ വാങ്ങുന്നു എന്നുള്ളതും കൂടെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഈസ് വില്ലിംഗ് ടു ബൈ, വാങ്ങാൻ തയ്യാറാവുന്നത്. എങ്ങനെ? ഇൻ എ ഗീവൺ പീരിയഡ് ഓഫ് ടൈം അറ്റ് എ ഗീവൺ പ്രൈസ്. ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിലെ പർട്ടിക്കുലർ പ്രൈസിൽ ഒരു കൺസ്യൂമർ ആ സാധനം വാങ്ങാൻ തയ്യാറാവുന്നുണ്ടോ എന്നാൽ ഡിമാൻഡ് ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. ഇതിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ വാങ്ങാൻ റെഡി ആവുന്നതും മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇൻഡിവിജ്വൽസ് ചേർന്ന് വാങ്ങുന്നതും. ഓക്കെ, ഇനി ഡിമാൻഡ് ഫംഗ്ഷൻ എന്താ നോക്കാം. ദ ഫങ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഈസ് കാൾഡ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും രണ്ടും തമ്മിലുള്ള റിലേഷനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ദ ഫങ്ഷണൽ റിലേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്. ഡിമാൻഡും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഏതൊക്കെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നുള്ളത് അല്ലേ? ഒരു സാധനത്തിൻ്റെ വില, പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, പിന്നെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പിന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി. ബിരിയാണി കഴിച്ചാൽ പെപ്സി കുടിക്കില്ലേ, അല്ലെങ്കിൽ ബിരിയാണി കഴിച്ചാൽ ലൈം കുടിക്കില്ലേ, അത്. പിന്നെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇത് ആൾജിബ്രിക്കലായിട്ട് എഴുതുകയാണെങ്കിൽ Q ഈസ് ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് P, PR, M, T.
P എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, PR എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് കമ്മോഡിറ്റി, M എന്ന് പറഞ്ഞാൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇതും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഇനി ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. The consumer demand for a commodity and its price have a negative or inverse relationship. Other things remains unchanged. The inverse relationship between demand and the price of commodity is called the law of demand. പ്രൈസും ഒരു സാധനത്തിൻ്റെ വിലയും ആ സാധനത്തിൻ്റെ ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ എന്താവും? ഡിമാൻഡ് കുറയും. പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ എന്താവും? ഡിമാൻഡ് കൂടും. ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ലോ ഓഫ് ഡിമാൻഡ്. ദ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റി ഈസ് കോൾഡ് ലോ ഓഫ് ഡിമാൻഡ്. ഇനി ഇത് ഒരു ഗ്രാഫിക്കൽ ഫോമിൽ നമ്മൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ ഗ്രാഫിക്കൽ ഫോമിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിമാൻഡ് കർവ്. The graph which shows the inverse relationship between demand and price is called demand curve. ദാ കൊടുത്തിട്ടുണ്ട്. ആദ്യം P എന്നുള്ള പ്രൈസിൽ Q എന്നുള്ള ക്വാണ്ടിറ്റി ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറയും. പ്രൈസ് ഇത്രയും വരുമ്പോൾ ക്വാണ്ടിറ്റി ഇത്രയേ ഉള്ളൂ. സോ പിയിൽ Q ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും, A എന്നുള്ള പോയിന്റ്. ഇനി പ്രൈസ് കുറഞ്ഞ് P1 ആയിട്ട് മാറി. അപ്പോൾ എന്ത് ചെയ്യും? Q1 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യും, B എന്നുള്ള പോയിന്റ്. ഓക്കെ, ഇതാണ് ഡിമാൻഡ് കർവ്. ഈ രണ്ട് പോയിന്റ് കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ഡിമാൻഡ് കർവ്. ഓക്കെ, ആ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഗ്രാഫിക്കലി കാണിക്കുന്നതിനെ പറയുന്ന പേരാണ് ഡിമാൻഡ് കർവ്. ഇവിടെ X ആക്സിസിൽ ക്വാണ്ടിറ്റിയും Y ആക്സിസിൽ പ്രൈസ് ഉണ്ടാവുക. പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും, പ്രൈസ് കുറഞ്ഞു ഡിമാൻഡ് കൂടി. ഇൻവേഴ്സ് റിലേഷനാണ്. ഓക്കെ, ഇതാണ് ഡിമാൻഡ് കർവിൻ്റെ അവസ്ഥ. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഡിമാൻഡ് റൈസ് ആവുന്നത്, പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് എന്തുകൊണ്ടാണ് കൂടുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോക്കാം. അതിന് 3 എഫക്റ്റുകളാണ് അല്ലെങ്കിൽ 3 റിലേഷനാണ് വരുന്നത്. ഒന്ന് പ്രൈസ് എഫക്റ്റ്, രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്, മൂന്നാമത്തെ ഇൻകം എഫക്റ്റ്. പ്രൈസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഡിമാൻഡ് കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ പ്രൈസ്. ഡിമാൻഡ് ചേഞ്ച് ആവുന്നത് പ്രൈസ് ചേഞ്ച് ആവുന്നത് കൊണ്ടാണ് എങ്കിൽ അതിന് നമുക്ക് പ്രൈസ് എഫക്റ്റ് എന്ന് പറയാം. പ്രൈസ് കൂടുകയോ കുറയോ ചെയ്യുമ്പോഴാണ് ഡിമാൻഡിൽ മാറ്റം വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? പ്രൈസ് എഫക്റ്റ് എന്ന് പറയാം. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണക്കാക്കുന്ന 2 കമ്മോഡിറ്റീസിലാണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ചായക്ക് പകരം കാപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിയല്ലേ? ചായ കുടിക്കാൻ തോന്നി, നമ്മൾ ചെന്നപ്പോൾ അവിടെ ചായ ഇല്ല, സോ പകരം എന്ത് ചെയ്യും? നമുക്ക് കാപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ആ ഗുഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് 2 കമ്മോഡിറ്റീസ് നമ്മൾ നോക്കണം. അതിൽ ഒരു കമ്മോഡിറ്റിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൽ ഇപ്പോൾ ടീയും കോഫിയും, അതിൽ ടീയുടെ വില കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും കോഫിയിലേക്ക് മാറും അല്ലേ? കോഫിക്കായിരിക്കും ഡിമാൻഡ്. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. ഇനി വേണ്ട, കോഫിയുടെ വില കുറഞ്ഞു, ടീയുടെ വില കൂടി, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കോഫിയിലേക്ക് മാറും. ആ ഒരു എഫക്റ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഗുഡ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മുടെ ഡിമാൻഡിനെ ബാധിക്കാറുണ്ട്. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ വാങ്ങുന്ന സാധനത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ലെവൽ കൂടും. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡും കൂടും. അതുപോലെ തന്നെ ഇൻകം കുറയുമ്പോൾ ഡിമാൻഡും കുറയും. അതായത് ചേഞ്ചസ് സംഭവിക്കും. ഇൻകം എഫക്റ്റ് ഇങ്ങനെ 3 എഫക്റ്റാണ് ഇൻകവും അല്ലെങ്കിൽ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷന് കാരണം വരുന്നത്. ഓക്കെ, അടുത്തത് ലീനിയർ ഡിമാൻഡ്. ലീനിയർ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസും ഡിമാൻഡും ലീനിയർ ആയിട്ടും റിലേറ്റഡ് ആവാം, നോൺ ലീനിയർ ആയിട്ടും റിലേറ്റഡ് ആവാം. ലീനിയർ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഇക്വേഷൻ ഫോമിൽ പറയാം എന്താണെന്നുള്ളത്. Q = A - BP. ഇതിൽ 0 വാല്യൂ ഉള്ളതായിരിക്കും P എന്ന് പറയുന്നത്, അതിനേക്കാളും വാല്യൂ ഉള്ളതായിരിക്കും A/B എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ -B എന്ന് പറയുന്നത് സ്ലോപ്പാണ്, ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പാണ്. P പ്രൈസ് ആണ്, Q ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്. പ്രൈസ് 0 ആണെങ്കിൽ ബാക്കി എല്ലാം എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിമാൻഡ് ഉണ്ടാവില്ല, കാരണം കയ്യിൽ പൈസ ഇല്ല. ഡിമാൻഡ് ഉണ്ടാവുമോ? ഇല്ല. ഇങ്ങനെയാണ് അതിൻ്റെ ഡിമാൻഡ് കർവ് വരിക. ഈ ഒരു സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക? Q = A - BP എന്ന് പറയുന്നത്. ഇതാണ് A/B. ഇവിടെ A/B, ഇത് സ്ലോപ്പ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇമ്പോർട്ടൻ്റ് തന്നെ പറയാം, ഇതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഫോക്കസ് ചെയ്ത് എക്സാം ആയതുകൊണ്ട് തന്നെ അടുത്തതിൽ എന്തായാലും ഈ ഒരു എക്സാമിൽ എന്തായാലും അത് ചോദിക്കാം. ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി, അല്ലെങ്കിൽ ഒരു
ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാന്നുള്ളതാണ്. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി. ഇതിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈസ് കൂടിക്കഴിഞ്ഞാലും പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ ബാധിക്കുന്നുള്ളത്? എന്തിനെ ബാധിക്കുന്നത്? ഡിമാൻഡിനെ ബാധിക്കും. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഡിറ്റർമൈൻ ദ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി. ഒരു സാധനത്തിന്റെ വിലയും ഡിമാൻഡും തമ്മിൽ എങ്ങനെയാണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടും. സ്വാധീനിക്കുന്ന ഘടകമല്ലേ? ഘടകമാണ്. പിന്നെ ഇൻകം ഓഫ് ദ കൺസ്യൂമർ. അടുത്തത് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. സോ ഇൻകം എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡിമാൻഡ് ഡിപ്പെൻഡ്സ് upon നാച്ചർ ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ നാച്ചർ അനുസരിച്ചാണ് നമ്മൾ ഇൻകം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇൻകത്തിൻ്റെ അനുസരിച്ച് ഗുഡ്സിനെ നമ്മൾ നോർമൽ ഗുഡ്സ്, ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നോർമൽ ഗുഡ്സിൻ്റെ കേസാണ് വരണമെന്നുണ്ടെങ്കിൽ ഇൻകം ഇൻക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ആവും. നോർമൽ ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം ഇൻക്രീസ് ആവുകയാണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ആവും, ഇൻകം ഡിക്രീസ് ആവുകയാണെങ്കിൽ ഡിമാൻഡും ഡിക്രീസ് ആവും. ഇനി ഇപ്പോൾ ടി വി, കമ്പ്യൂട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോർമൽ ഗുഡ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കേസിൽ ഡിമാൻഡ് ഡിക്രീസ് ആവും. എപ്പോൾ? ഇൻകം ഇൻക്രീസ് ആയ. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഡിക്രീസ് ആവും, ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് ഇൻക്രീസ് ആവും. ഓപ്പോസിറ്റ് റിലേഷനാണ്. നോർമൽ ഗുഡ്സിലെ ഡയറക്റ്റ് റിലേഷനും ഇൻഫീരിയർ ഗുഡ്സിൽ ഓപ്പോസിറ്റ് റിലേഷനും ആയിരിക്കും. ഇങ്ങനെയാണ് ഇൻകത്തിൻ്റെ കാര്യം വരുന്നത്. പിന്നെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൈസ്. അതിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഗുഡ്സിന് പകരം വേറൊന്ന് ഉപയോഗിക്കുക, ചായക്ക് പകരം കാപ്പി ഉപയോഗിക്കുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സോ ആ ഗുഡ്സിൻ്റെ കേസ് വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണോ, അതായത് രണ്ടും ഉപയോഗിച്ചാൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, അങ്ങനത്തെയുള്ള ഗുഡ്സാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗുഡ്സിലെ പ്രൈസിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ മാറ്റം വരും. ഇപ്പോൾ ടീയും കോഫിയും ഉണ്ട്. ടീയുടെ വില കൂടി, പ്രൈസ് കൂടി, ഓട്ടോമാറ്റിക്കായിട്ടും കോഫിയുടെ ഡിമാൻഡ് എന്ത് ചെയ്യും? കൂടും. ടീയുടെ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന് രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ഉണ്ട്. അതിൽ ഒരു സാധനത്തിൻ്റെ വില കൂടിയ മറ്റേ സാധനത്തിൻ്റെ ഡിമാൻഡ് കൂടും, മറ്റേ സാധനത്തിൻ്റെയാണ് ഡിമാൻഡ് കൂടുക. അതായത് അടുത്ത സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെയാണ് ഡിമാൻഡ് കൂടുക, വില കൂടിയതിൻ്റെ അല്ല, ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ. ചായയും കാപ്പിയും, ടീ പറഞ്ഞ ചായ, സി പറഞ്ഞ കോഫി. അപ്പോൾ ടീയുടെ വില കൂടിയിട്ടുണ്ടെങ്കിൽ കോഫിയുടെ എന്ത് കൂടണം? ഡിമാൻഡ് കൂടണം. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒന്നിനോട് യോജിക്കുന്നത്, ജാമ്, ബ്രെഡ് ജാമ്, പിന്നെ മഷി, പെന്ന്, ഇങ്ക് പെന്ന് അങ്ങനെയൊക്കെ പറയില്ലേ, അത്. ഇതിന് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ തന്നെ ഇത് ഉപയോഗിക്കുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറയുന്നത് രണ്ട് ഗുഡ്സും കൂടെ ചേർന്നാലേ നമുക്ക് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ ഒരു കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? വ്യത്യാസം വരും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വ്യത്യാസം വരും. ഓക്കെ. ഇനി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഓരോ ഇൻഡിവിജ്വലും അവരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. എനിക്കിഷ്ടമുള്ള പോലെ ആവില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. സോ അത് വ്യത്യാസമാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഒരു കൺസ്യൂമറുടെ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് എന്താവും? ഇൻക്രീസ് ആവും. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് അവിടെ എന്താ സംഭവിക്കും? ഇൻക്രീസ് ആവും. ഓക്കെ. ഇതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ്, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആണ്. രണ്ട് തരത്തിലാണ് ചേഞ്ചസ് വരിക, പ്രൈസ് ഫാക്ടറിൻ്റെ കേസിലും നോൺ പ്രൈസ് ഫാക്ടറിൻ്റെ കേസിലും. പ്രൈസ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ആവുക, ഡിക്രീസ് ആവുക, ഒരു സാധനത്തിൻ്റെ വില ഇൻക്രീസ് ആവുക, ഡിക്രീസ് ആവുക എന്നുള്ളത് പ്രൈസ് ഫാക്ടറിൻ്റെ കേസിലും. നോൺ പ്രൈസ് ഫാക്ടർ എന്ന് പറഞ്ഞെങ്കിൽ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇതൊക്കെ നോൺ പ്രൈസ് ഫാക്ടറിലും ചേഞ്ചസ് വരാം, ഡിമാൻഡിൽ ചേഞ്ചസ് വരാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡിനെ മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവും ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മൂവ്മെൻ്റ് ആണ്, ഡിമാൻഡ് കർവിൽ ഉണ്ടാകുന്ന മൂവ്മെൻ്റ് ആണ്. സോ ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ച് കാരണം ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ആ ഒരു മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് മൂവ്മെൻറ്റ് അലോങ് വിത്ത് ദ ഡിമാൻഡ് കർവ് എന്നുള്ളത്. ഓക്കെ. ഇതിൽ തന്നെ എക്സ്പാൻഷൻ വരും, കോൺട്രാക്ഷനും വരും. നമുക്ക് നോക്കാം എക്സ്പാൻഷൻ എന്താ, കോൺട്രാക്ഷൻ എന്താന്നുള്ളതൊക്കെ. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ്,
പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആവുന്നതിനെ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. എക്സ്പാൻഷൻ സംഭവിക്കുക. എന്താ സംഭവിക്കുന്നത്? ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ് എന്നാണ്. പ്രൈസ് കുറയുന്ന സിറ്റുവേഷനിൽ ഡിമാൻഡ് എന്താണ്? ഡൗൺവേർഡ് ആവാണ്, താഴോട്ട് വരികയാണ്. അതിനെ പറയുന്ന പേരാണ് എന്ത്? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗ്രാഫിക്കലി വരുന്നത് എന്നുള്ളത്. ആദ്യം പി പ്രൈസിൽ ക്യൂ ക്വാണ്ടിറ്റി ആയിരുന്നു ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. എ എന്നുള്ള ലെവലിൽ പ്രൈസ് എന്ത് ചെയ്തു? കുറഞ്ഞു. പ്രൈസ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കണം? ഡിമാൻഡ് കൂടണം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വാങ്ങുന്ന ലെവൽ കൂടണം. അപ്പൊ ക്യൂ എന്തായിട്ട് മാറി? Q1 ആയിട്ട് മാറി. സോ എന്തായി? ലെവൽ മാറിയില്ലേ? ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പ് വന്നില്ലേ? ഈ ഒരു താഴോട്ടുള്ള ഈ ഒരു ഇതിനെ പറയുന്ന പേരാണ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ദെൻ അടുത്തത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പൊ എന്തായിരിക്കും കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? അപ്വേർഡ് മൂവ്മെന്റ് ആണ്. അപ്വേർഡ് മൂവ്മെന്റിനെ പറയുന്ന പേരാണ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ്. പ്രൈസ് കൂടുന്ന സമയത്ത് P1 എന്നുള്ളത് P2 ആയിട്ട് മാറുന്ന സമയത്ത് Q1 എന്താവും? Q2 ആയിട്ട് മാറും. ആ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാവുന്നതിനാണ് കോൺട്രാക്ഷൻ ഓഫ് അപ്വേർഡ് മൂവ്മെന്റ് അലോങ് ദ ഡിമാൻഡ് കർവ് ഡ്യൂ ടു റൈസ് ഇൻ പ്രൈസ് ഈസ് കാൾഡ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അപ്പോൾ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസ് കൂടണം, മുകളിലോട്ട് പോകണം. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് കുറയണം, താഴോട്ട് വരണം. ഓക്കെ, സിമ്പിൾ ആക്കി ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇനി എക്സാം ആണ് വരാൻ പോകുന്നത്. എക്സാമിക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഇത് മാത്രം മൈൻഡിൽ വെച്ചിട്ട് പോവാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവാണ്. എന്താണ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? അതിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും ആണ് ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവിൽ വരുന്നത്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് കർവ് എന്നുള്ളത് നോൺ പ്രൈസ് ആയിട്ടുള്ള ഫാക്ടേഴ്സിൽ ചേഞ്ചസ് വരുന്ന സമയത്ത് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഏതൊക്കെയാണ് നോൺ പ്രൈസ്? ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഇതൊക്കെയാണ് നമ്മൾ നോൺ പ്രൈസ് ആയിട്ട് പറയുന്നത്. ഇനി പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണെന്നുള്ളത് നോക്കാം. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് റൈറ്റ് വേർഡ് അല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാവുക. ഡിമാൻഡ് കർവിന് റൈറ്റ് വേർഡ് അല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുക. ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന സമയത്താണ്. ഫേവറബിൾ ചേഞ്ചസ് അത് മൈൻഡിൽ വയ്ക്കുക. ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന സമയത്താണ് നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ ഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന സമയത്താണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് സെയിം പ്രൈസിലാണെന്നുണ്ടെങ്കിലും ഇൻക്രീസ് ഇൻ ഡിമാൻഡ് സംഭവിക്കും. നോക്കാം, ഇവിടെ ആദ്യത്തെ ഡിമാൻഡ് കർവ് DD ആയിരുന്നു. പ്രൈസിൽ മാറ്റമില്ല, ക്വാണ്ടിറ്റി കൂടി. പുതിയ ഡിമാൻഡ് കർവ് എന്താ? D1 ആയിട്ട് മാറി. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് നോൺ പ്രൈസ് ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചേഞ്ച് ഇല്ലാത്തത്? പ്രൈസിൽ ചേഞ്ച് സംഭവിക്കാത്തത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്നുകിൽ അപ്വേർഡ് ആയിട്ട് അല്ലെങ്കിൽ റൈറ്റിലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ആവുന്നത്. ആദ്യം DD ആണ് ഡിമാൻഡ് കർവ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തായിട്ട് മാറും? D1 ആയിട്ട് മാറും. ഓക്കെ, പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഇങ്കോ അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസോ അങ്ങനെയുള്ള നോൺ പ്രൈസിലായിരിക്കും വ്യത്യാസം സംഭവിക്കുന്നത്. സോ Q എന്നുള്ളത് Q1 ആയിട്ട് മാറും. P പ്രൈസിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെയും പ്രൈസിന് ചേഞ്ച് ഇല്ല. നമ്മുടെ അൺഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരിക. നോൺ പ്രൈസ് ഫാക്ടേഴ്സിൽ അൺഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുന്ന സമയത്താണ് ഡിമാൻഡ് കർവ് ചേഞ്ച് ആവുന്നത്. D എന്നുള്ള ഡിമാൻഡ് കർവ് എന്തായിട്ട് മാറും? D2 എന്നുള്ള ഡിമാൻഡ് കർവായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. D2 അതായത് P പ്രൈസിൽ ആദ്യം Q ആയിരുന്നു ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിമാൻഡ് കുറഞ്ഞപ്പോൾ എന്തായി? Q1 ആയിട്ട് മാറി. D എന്നുള്ളത് D2 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പ്രൈസിൽ മാറ്റമില്ല. സോ ഇതെങ്ങനെ വന്നേ? ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് ആണ് അല്ലേ? ലെഫ്റ്റ് വേർഡ് ആയിട്ടാണ് പോകുന്നത്. ഡിക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ് ഉണ്ടാകുന്നത്. അൺഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ്, നോൺ പ്രൈസ് ഫാക്ടേഴ്സിന് അൺഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഡിമാൻഡ് ചേഞ്ച് ആവുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ വരുന്നത് മൂവ്മെന്റ് അലോങ് വിത്ത് ഡിമാൻഡ് കർവും ഷിഫ്റ്റ് ഓഫ് ഡിമാൻഡ് കർവും ആണ്. എക്സ്പാൻഷൻ കോൺട്രാക്ഷനും ആണ് മൂവ്മെന്റിൽ പഠിച്ചത്. ദെൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡും ആണ് ഏതിൽ പഠിച്ചത്? ഷിഫ്റ്റിൽ പഠിച്ചത്. ഈ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് സംഭവിക്കുകയാണ്. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആയിട്ട് പോവുകയും കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അപ്വേർഡ്, ഇത് താഴോട്ട് ഇത് മുകളിലോട്ട്, ഇത് റൈറ്റിലോട്ട് ഇത് ലെഫ്റ്റിലോട്ട്, ഇങ്ങനെ ചേഞ്ച് ആവുന്നതിനെയാണ് നമ്മൾ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഞാൻ സ്പീഡിൽ പറഞ്ഞ വേഗം തലയിൽ കയറാനാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മാർക്കറ്റ് ഡിമാൻഡ് ആണ്.
മാർക്കറ്റ് ഡിമാൻഡ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ കൺസ്യൂമേഴ്സിന് ഉണ്ടാവുന്ന ഡിമാൻഡ് വില്ലിങ്നെസ് ടു പേ ആൻഡ് എബിലിറ്റി ടു പേയിൽ വരുന്നതാണ് ഇൻഡിവിജ്വൽ ഡിമാൻഡ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മാർക്കറ്റ് ഡിമാൻഡ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ഡിമാൻഡ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി ദാറ്റ് ഓൾ കൺസ്യൂമേഴ്സ് ഇൻ മാർക്കറ്റ് ആർ വില്ലിംഗ് ടു ബൈ അറ്റ് എ ഡിഫറെൻറ്റ് പ്രൈസസ് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഡിഫറെൻറ്റ് പ്രൈസിൽ ഒരു മാർക്കറ്റിൽ എല്ലാ കൺസ്യൂമേഴ്സും വാങ്ങാൻ തയ്യാറാവുന്ന ക്വാണ്ടിറ്റി ഓഫ് കമോഡിറ്റി, അതിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ്. ഒരാളുടെ കേസ് എല്ലാം മൊത്തത്തിലുള്ള കേസാണ്. ഇറ്റ്സ് എ ടോട്ടൽ ഓഫ് ഇൻഡിവിജ്വൽ ഡിമാൻഡ്. ഒന്നിലധികം ഇൻഡിവിജ്വൽ ഡിമാൻഡ് കൂട്ടി കിട്ടുന്നതാണ് എന്ത്, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കൺസ്യൂമർ എയുടെ കാര്യം കൺസ്യൂമർ ബിയുടെ കാര്യം വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് വരണം എന്നുള്ളത് നോക്കാം. കൺസ്യൂമർ എ എന്ന് പറയുന്ന ആള് 10 രൂപയാണെങ്കിൽ 5 ക്വാണ്ടിറ്റിയാണ് പ്രിഫർ ചെയ്യുന്നത്. 20 രൂപയാകുമ്പോൾ 4. അതായത് പ്രൈസ് കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇനി കൺസ്യൂമർ ബി എന്ന് പറയുന്നത് 10 രൂപയാണെങ്കിൽ 7 ക്വാണ്ടിറ്റി, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് ഇവിടെയും കുറയുന്നുണ്ട്. 20 ആണെങ്കിൽ 6. ആ ഒരു ലെവലിൽ 2 കൺസ്യൂമേഴ്സിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയായിരിക്കും നോക്കിക്കേ. 10 രൂപയാണ്, ഇത് രണ്ടും കൂടെ കൂട്ടുക, 5ഉം 7ഉം 12 അല്ലേ. അതായത് 2 കൺസ്യൂമറുടെയും ടോട്ടൽ ഡിമാൻഡാണ് പറയുന്നത്. ഇവിടെ 4ഉം 6ഉം 10, ശരിയല്ലേ. 3ഉം 5ഉം 8, 2ഉം 4ഉം 6. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, കൺസ്യൂമേഴ്സിൻ്റെ അതായത് മൊത്തം കൺസ്യൂമേഴ്സിൻ്റെ ടോട്ടൽ ഡിമാൻഡിനെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, മാർക്കറ്റ് ഡിമാൻഡായിട്ട് കണക്കാക്കുന്നത്. ഒരു മാർക്കറ്റിൽ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ ഡിഫറെൻറ്റ് പ്രൈസിൽ എല്ലാ കൺസ്യൂമേഴ്സും കൂടെ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ കൺസ്യൂമേഴ്സിനും കൂടെ ഉണ്ടാകുന്ന ടോട്ടൽ ഡിമാൻഡിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് ഡിമാൻഡ്. ഇത് ഗ്രാഫിക്കലി നമ്മൾ കാണിക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയാം, മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയാം. എങ്ങനെയായിരിക്കും, ദ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഈസ് ഫോംഡ് ഫ്രം ആൻ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവ്. ഒരു ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവിൽ നിന്നാണ് എന്ത് വരുന്നത്, മാർക്കറ്റ് ഡിമാൻഡ് കർവ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റ് ഡിമാൻഡ് ടേബിൾ ഉണ്ടാക്കിയ പോലെ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്, ഈ ടേബിൾ ഉണ്ടാക്കിയത്. സോ അതേപോലെ തന്നെയാണ് എന്തും വരിക, ഡിമാൻഡ് കർവും വരിക. ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ അവിടെ എഴുതാണ്, ഗ്രാഫിക്കലി കാണിക്കാം. 10 രൂപയാകുമ്പോൾ 5, 10 രൂപയാവുന്ന സമയത്ത് 5, പിന്നെ 20 ആവുന്ന സമയത്ത് 4, 30 ആവുന്ന സമയത്ത് 3. ഇത് എ എന്നുള്ള കൺസ്യൂമർ. സോ ബി എന്നുള്ള കൺസ്യൂമർ അവിടെ സെയിം ആയിട്ട് എത്ര, 7, 6, 5, 4, 7, 6, 5, 4 ഡിമാൻഡ് കർവ്. ഇത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്നതാണ് എന്ത്, മാർക്കറ്റ് ഡിമാൻഡ് കർവ്. നോക്കൂ, ഫസ്റ്റത്തെ 12 വന്ന് 12 വന്നു, പിന്നെ 10 വന്നു, പിന്നെ 8 വന്നു, പിന്നെ 6 വന്നു. അതായത് ആഡ് ചെയ്ത് വരുന്ന ടോട്ടൽ ഡിമാൻഡ് കർവ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഡിമാൻഡ് കർവുകൾ ആഡ് ചെയ്ത് വരുന്ന ടോട്ടൽ ഡിമാൻഡ് കർവാണ് മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ മാർക്കറ്റ് ഡിമാൻഡ് കർവ് എന്താണെന്നുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ എലാസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്നൊക്കെ പറയുന്നത് ഇമ്പോർട്ടൻറ്റ്, അത്രേ പറയുള്ളൂ അതിൽ. സോ അതായത് പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് റെസ്പോണ്ടൻസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ഇറ്റ് പ്രൈസ്. പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എത്രമാത്രം അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ചേഞ്ച് ആക്കുന്നു എന്നതിനെ പറയുന്ന പേരാണ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്, അതർവൈസ് പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എങ്ങനെ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുന്നു അതിനെ പറയുന്ന പേരാണ് പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്. ഇനി അതിൽ വരുന്നതാണ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് എലാസിറ്റി. ഫസ്റ്റ് വൺ, എലാസ്റ്റിക് ഡിമാൻഡ് ഈസ് ലെസ് ദാൻ 1. ഓക്കെ, ഈ എന്ന് പറയുന്നത് ഒന്നിനേക്കാളും ചെറുതാണെന്നുള്ളത് നോക്കാം. എന്താണ് ആ സംഭവം എന്നുള്ളത് നോക്കാം. 5 ടൈപ്പായിട്ട് നമുക്ക് എലാസിറ്റി ഓഫ് ഡിമാൻഡിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് എലാസിറ്റി ഓഫ് ഡിമാൻഡ്, എലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ പ്രൈസ് ചേഞ്ച് ആവുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തിൽ ചേഞ്ച് സംഭവിക്കുക, ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ചേഞ്ച് ആവുന്നത് 10% ആയിരിക്കും. 10% പ്രൈസ് ചേഞ്ച് ആയി, പക്ഷെ ഡിമാൻഡ് എന്ത് ചെയ്യുക, ഒരു 30% ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ എലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. പ്രൈസ് ചേഞ്ച് ആവുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഡിമാൻഡിൽ ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ളത്. ഓക്കെ, ഗ്രാഫിക്കലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ പ്രൈസ്
പി പ്രൈസിൽ ക്യൂ ക്വാണ്ടിറ്റി ആയിരുന്നു ഡീൽ ചെയ്തിട്ടുണ്ടായത്. P1 ആയപ്പോൾ പ്രൈസിൽ ഇത്രയും ചേഞ്ച് സംഭവിച്ചിട്ടുള്ളൂ, ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്രമാത്രം ചേഞ്ച് വന്നിട്ടുണ്ട്. പ്രൈസിൽ ഉണ്ടാകുന്ന ചെറിയൊരു ചേഞ്ച് ക്വാണ്ടിറ്റിയിൽ ബൾക്കായിട്ട് ചേഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, E = 1. എലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഒന്നിനോട് ഈക്വൽ ആണ്. ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആർ ഈക്വൽ. 10% പ്രൈസ് ചേഞ്ച് ആയെന്നുണ്ടെങ്കിൽ 10% പ്രൈസ് ചേഞ്ച് ആയെന്നുണ്ടെങ്കിൽ 10% തന്നെ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി ഡിമാൻഡും ചേഞ്ച് ആവുക. രണ്ടും ഈക്വൽ ആയിട്ട് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഗ്രാഫ് നോക്കൂ. ഇവിടെ പി പ്രൈസിൽ ക്യൂ ക്വാണ്ടിറ്റി ആയിരുന്നു കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രൈസ് ഈ ലെവലിൽ ചേഞ്ച് ആയി, ക്വാണ്ടിറ്റി സെയിം ലെവലിൽ എന്ത് ചെയ്തു, മാറ്റം സംഭവിച്ചു. ഇതാണ് ഡിമാൻഡ് കർവ്. ഇവിടെ എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ഒന്നിനോട് ഈക്വൽ ആയിരിക്കും, രണ്ടാമത്തെ ടൈപ്പ്. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇവിടെ ഈ എന്താണ്, ഈനേക്കാളും വലുതാണ് ഒന്നെന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ലെസ് ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാവുന്ന ചേഞ്ച് ഡിമാൻഡിൽ അതിലും കുറവായിട്ട് ചേഞ്ച് സംഭവിക്കുക. ഇപ്പോൾ പ്രൈസിൽ 20% ചേഞ്ച് വന്നു, പ്രൈസിൽ 20% ചേഞ്ച് വന്നാൽ അതിനേക്കാൾ കുറവായിട്ടായിരിക്കും ഡിമാൻഡിൽ ചേഞ്ച് വരിക. ഡിമാൻഡിൽ 10% ചേഞ്ച് ആവുള്ളൂ. പ്രൈസിൽ ഉണ്ടാകുന്നതിനേക്കാളും കുറവായിട്ട് എന്ത് ചെയ്യുക, ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കുന്നതിനെ പറയുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. നാലാമത്തെ ടൈപ്പ്. അടുത്തത് മൂന്നാമത്തെ ടൈപ്പ്. ഇനി നാലാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ളത് E = ഇൻഫിനിറ്റ്. ഇൻഫിനിറ്റ് എന്നാണ് അതിനെ പറയാം. ചെറിയ ചേഞ്ച് പ്രൈസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ര ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടാവുക. ഓക്കെ, ചെറിയ ഒരു ചേഞ്ച് പ്രൈസിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത അത്ര ചേഞ്ച് ഡിമാൻഡിൽ ഉണ്ടാവും. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ചേഞ്ച് ഡിമാൻഡിൽ വരുന്നതിനെ പറയുന്ന പേരാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഓക്കെ, ഇത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ഡിമാൻഡ് കർവ് വരിക. ഇവിടെ പ്രൈസ് ഇതാണ് ഡിമാൻഡ് കർവ്, പ്രൈസ് ലൈനായിട്ട് ഈക്വൽ ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഇൻഫിനിറ്റ് ആയിട്ട് ഡിമാൻഡിൽ ചേഞ്ച് സംഭവിക്കും. ഇനി പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത് E = 0. എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യാതെ ഇരിക്കുക. പ്രൈസ് കൂടുകയോ കുറയോ ചെയ്തോട്ടെ, ഡിമാൻഡിനെ അത് അഫക്റ്റ് ചെയ്യില്ല. ഇത് Y ആക്സിസിനോട് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ Y ആക്സിസിനോട് പാരലൽ ആയിട്ടായിരിക്കും ഡിമാൻഡ് കർവ് വരിക. DD എന്നുള്ള ഡിമാൻഡ് കർവ് വരിക. പ്രൈസ് ഇത്രയാകുമ്പോൾ പ്രൈസ് കൂടിയായാലും ഡിമാൻഡിൽ വ്യത്യാസം വരില്ല. ഇതാണ് 5 എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് എലാസ്റ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ലെസ് ദാൻ 1, ഒന്ന് ഗ്രേറ്റർ ദാൻ 1, ഒന്ന് ഈക്വൽ ടു 1, ഒന്ന് ഇൻഫിനിറ്റ്, ഒന്ന് 0. അങ്ങനെ 5 എണ്ണമാണ് നമുക്ക് എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് എങ്ങനെയാണ് ഈ പ്രൈസ് എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ളതാണ്. 2-3 മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് എലാസ്റ്റിറ്റി മെത്തേഡ്, പ്രൈസ് എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ പെർസെൻറ്റേജ് മെത്തേഡ്, രണ്ടാമത്തെ മെഷർമെൻറ്റ് ഓഫ് എലാസ്റ്റിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവ് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉത്തരം നിങ്ങൾ പറയണം. പിന്നെ എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർസെൻറ്റേജ് മെത്തേഡിൽ പ്രൈസ് എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിവൈഡിങ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ചേഞ്ച് ഇൻ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പെർസെൻറ്റേജ് മെത്തേഡിൽ എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. ഓക്കെ, ക്വാണ്ടിറ്റി ഡിമാൻഡിനെ ചേഞ്ച് ഇൻ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് മെത്തേഡിൽ നമുക്ക് നമ്മുടെ എലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. ഇത് ഒരു ഇക്വേഷൻ ഫോമിലാക്കി നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ക്യൂ. ഞാൻ എന്താ ഇതൊന്നും പറയാതെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? കാരണം നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഇക്വേഷൻ മതി, അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, ഇനി ഇവിടെ പി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ് ആണ്, ക്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ക്വാണ്ടിറ്റി ആണ്, ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ് ആണ്, ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ,
ഇനി മെഷർമെന്റ് ഓഫ് എലോങ് രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡ് ക്ലിയർ ആയില്ലേ? പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആണ്, ചേഞ്ച് ഇൻ പ്രൈസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എലാസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. ഇക്വേഷൻ ഫോമിൽ കറക്റ്റ് ആൽജിബ്രിക്കലായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഡിവൈഡഡ് ബൈ ക്യൂ. ഇത് പ്രോബ്ലം ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, ഇക്വേഷൻ മൈൻഡിൽ ഉണ്ടാവണം. മേ ബി പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് വരാം. ഓക്കെ, ഇനി മെഷർമെന്റ് ഓഫ് എലാസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. ഇത് ഒരു ഡിമാൻഡ് കർവ് വരച്ച് അതിൽ ഓരോ പോയിന്റും അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. സോ എലാസിറ്റി ഓഫ് ഈച്ച് പോയിന്റ് ഓൺ എ ലീനിയർ ഡിമാൻഡ് കർവ് വുഡ് ബി ഡിഫറെൻറ്റ്. ഓരോ പോയിന്റും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ ഓരോന്നും കണ്ടുപിടിച്ച് ആ സ്ലോപ്പിനനുസരിച്ച് ഓരോന്നും കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിമാൻഡ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഡിമാൻഡ് കർവിൽ ക്യൂ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി പി ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇതിൽ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എ ബൈ ബി, എ ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്നൊക്കെ കഴിഞ്ഞൊരു ടോപ്പിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അവിടെ പ്രൈസ് ചേഞ്ച് ആവുന്ന സമയത്ത് ഡിമാൻഡ് എങ്ങനെ ചേഞ്ച് ആവണം എന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഇക്വേഷൻ വൈസ് ഇതാ ഫൈനൽ ഇക്വേഷൻ ആയിട്ട് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ബി പി ഡിവൈഡ് ബൈ എ മൈനസ് ബി പി. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി പി, അതായത് സ്ലോപ്പാണ്. ഇതിൽ ഓരോ പോയിന്റ് ഇട്ടില്ലെങ്കിൽ അതിലെങ്ങനെയാണ് ഡിമാൻഡ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നതെന്നാണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. കണ്ടോ, ഇതാ ഞാൻ നേരത്തെ വരച്ച പോലെ ഇതാ എന്തെങ്കിലും ഞാൻ വരച്ചത് കണ്ടോ, എനിക്കെല്ലാം അറിയാം, നിങ്ങൾക്കും അറിയണം അതേപോലെ. അപ്പോൾ എ മൈനസ് ബിയും എയും ഇതിൽ ഈ പോയിന്റ് കറക്റ്റ് നടുവിൽ വരുന്ന ഈ ഒരു സെൻട്രൽ പോയിന്റ് ഇ ഈക്വൽ ടു 1. ഇനി ഇതിനോട് മേലോട്ട് പോയാൽ ഒന്നിനേക്കാളും കൂടുതൽ ഇൻഫിനിറ്റ്, ഒന്നിനേക്കാളും കുറവ് 0. നേരത്തെ പറഞ്ഞ 5 ഡിഗ്രീസിൻ്റെ ആ ഒരു സംഭവമില്ലേ, അതിവിടെയും വരും. ഓക്കെ, നോക്കാം. എലാസിറ്റി വുഡ് ബി 0 ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് കർവ് എന്ത് ചെയ്യില്ല, എക്സ് ആക്സിസിന് ഈ എക്സ് ആക്സിസിനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ പി എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം മൊത്തത്തിൽ 0 ആണ്. പിന്നെ ഇൻഫിനിറ്റ് ആണെങ്കിൽ ഇതാ ഇവിടെ വൈ ആക്സിസിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കും. മിഡ് പോയിന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈസിക്കൽ ടു 1, ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1 അങ്ങനെയായിട്ട് പോകും. ഓക്കെ, ഇനി അടുത്തത് ജോമെട്രിക് മെഷർ ഓഫ് എലാസിറ്റി. ജോമെട്രിക് മെഷർ ഓഫ് എലാസിറ്റി ഏകദേശം ഇതിനോട് സെയിം ആയിട്ടാണ്. ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ്. ഫൈൻഡ് ഔട്ട് ദ എലാസിറ്റി ഓഫ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ഓഫ് ലീനിയർ ഡിമാൻഡ് കർവ് ദാറ്റ് ടച്ചസ് എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് യൂസിങ് ജോമെട്രിക്കൽ മെത്തേഡ്. ഇവിടെ ചെയ്ത പോലെ തന്നെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ടച്ച് ചെയ്യാറുണ്ട്. സോ ആ സമയത്ത് എങ്ങനെയാണ് സെഗ്മെന്റ്സുകൾ വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് കണക്കാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എ ബിയുടെ ഇതാ എ ബി, അതിൽ സി എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇത് നമുക്ക് ലോവർ സെഗ്മെന്റ്, ഈ എ സിയുടെ അളവ് 10 സെൻറ്റിമീറ്ററും ദെൻ ബി സിയുടെ അളവ് 15 സെൻറ്റിമീറ്ററുമായിട്ട് തന്നിട്ടുണ്ട്. നമ്മളോട് എലാസിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ്, 15 ഡിവൈഡ് ബൈ 10 1.5 ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മൈൻഡിൽ വയ്ക്കാൻ മറക്കരുത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്താ, ഇറ്റ്സ് കാൽക്കുലേറ്റിംഗ് ബൈ മൾട്ടിപ്ലൈയിങ് ദ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇ ഈസിക്കൽ ടു പി ക്യൂ. പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഈ മെത്തേഡിൽ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് എക്സ്പെൻഡിച്ചറിൻ്റെ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടി സഹായിക്കും. ഇതിവിടെ എലാസിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ 1, യൂണിറ്ററി, ലെസ് ദാൻ 1 അങ്ങനെ 3 കേസസിലാണ് വരുന്നത്. ഇവിടെ പ്രൈസും എക്സ്പെൻഡിച്ചറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അത് എലാസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ മോർ ദാൻ 1 ആയിരിക്കും. പ്രൈസും എക്സ്പെൻഡിച്ചറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത് എങ്കിൽ ഇറ്റ്സ് മോർ ദാൻ 1. ഇനി രണ്ടും റിമെയിൻ അൺചേഞ്ച്ഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്ററി ഈക്വൽ ടു 1. രണ്ടും സെയിം ഡയറക്ഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലെസ് ദാൻ 1. അപ്പോൾ മോർ ദാൻ 1 ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ 1. രണ്ടും ചേഞ്ച് ആവാതിരിക്കുകയാണെങ്കിൽ ഈക്വൽ ടു 1. രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ ലെസ് ദാൻ 1. ഓക്കെ, ഇതൊക്കെ ലെക്ചർ നോട്ടായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടാവണം, മറക്കരുത്. ഇനി ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ പ്രൈസ് എലാസിറ്റി ഓഫ് ഡിമാൻഡ് ഓഫ് എ ഗുഡ്. ഒരു സാധനത്തിന്റെ പ്രൈസ് എലാസിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. നാച്ചർ ഓഫ് ഗുഡ്സിന്റെ സ്വഭാവം, നമ്മൾ വാങ്ങുന്ന സാധനത്തിന്റെ സ്വഭാവം, അത് നെസസറി ആവാം, ലക്ഷറി ആവാം,
അങ്ങനെ ഏത് തരത്തിലും ആവാം. നെസസറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവശ്യത്തിന് വാങ്ങുന്നത്, ലക്ഷറി എന്ന് പറഞ്ഞാൽ കാറുകൾ, ആഡംബര വസ്തുക്കൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. സോ ഇത് നെസസറിനെയും ലക്ഷറിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എലാസിറ്റി ഓഫ് ഡിമാൻഡ്, നെസസറി ഗുഡ്സിന്റെ കേസിൽ എലാസിറ്റി ഓഫ് ഡിമാൻഡ് ലോ ആയിരിക്കും, ലക്ഷറി ഗുഡ്സിന്റെ കേസിൽ ഹൈ എലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആയിട്ടുള്ള, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഹൈലി എലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, നോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഇൻഇലാസ്റ്റിക് ആയിരിക്കും. പ്രപ്പോർഷൻ ഓഫ് ഇൻകം സ്പെൻഡ്, ചെറിയ രീതിക്കുള്ള പ്രപ്പോർഷനാണ് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഉപ്പ്, തീപ്പെട്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങില്ലേ, അതിനൊക്കെ നമ്മുടെ വരുമാനത്തിന് ചെറിയൊരു പോർഷനെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. സോ ഓട്ടോമാറ്റിക്കായിട്ടും എലാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇൻകം ഓഫ് ദ കൺസ്യൂമർ, കൺസ്യൂമേഴ്സിന്റെ ഇൻകം കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോ ആണ്. എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും. പൂവർ ആയിട്ടുള്ള കേസസ് വരികയാണെന്ന് വെച്ചാൽ ഹൈ എലാസിറ്റിക്ക് ആയിരിക്കും ഉണ്ടാവുക. പ്രൈസ് ഓഫ് ഗുഡ്, ഗുഡ്സിന്റെ പ്രൈസ് എലാസിറ്റി ഓഫ് ഫോർ ചീപ്പ് ഗുഡ്സ് വിൽ ലോ, ചീപ്പ് ഗുഡ്സിന്റെ കേസിൽ എലാസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് ലോയും, ലക്ഷറി ഗുഡ്സിന്റെ കേസിൽ ഹൈയും ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ടൈം പീരിയഡ്, ലോങ് പീരിയഡിക്ക് ആണെന്നുണ്ടെങ്കിലും ഷോർട്ട് പീരിയഡിക്ക് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. കൺസ്യൂമർ കൺസംഷൻ ചെയ്യുന്നത് ലോങ് പീരിയഡിക്ക് ആണെങ്കിൽ ചീപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ടും അതിൻ്റെ ഡിമാൻഡ് പറയുന്നത് ലോയും, കുറച്ച് കാലത്തേക്ക് ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൂടുതലും ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ മൈക്രോൻ്റെ സെക്ഷനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 2 ചാപ്റ്റർ ആയിരുന്നു. 2 ചാപ്റ്റർ നമ്മൾ ഓവറോൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി എൻ്റെ സെക്ഷൻ കഴിഞ്ഞു, ഇനി നിങ്ങളുടെ സെക്ഷനാണ്. നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതണം, റിസൾട്ട് നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ അറിയിക്കണം. ഓക്കെ, ഫോക്കസ് ചെയ്യുക, ലെക്ചർ നോട്ട് ചെയ്ത വീഡിയോ കാണുമ്പോൾ ലെക്ചർ നോട്ട് എഴുതി വെക്കുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് വന്നു എന്ന് ഞാൻ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ നല്ല രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ.